ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾ പോസിറ്റീവോട് കൂടി ഇരുന്ന് നിങ്ങളുടെ പേഴ്സനെ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ സ്പ്രെഡിൽ വന്നിട്ടുള്ള കാർഡ്സ് എംപ്രസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 6 ഓഫ് സോർട്സ്, ക്യൂൻ ഓഫ് വാൺസ്, 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനോ ആയിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം കെയറിങ് ഉള്ളതായിട്ടും അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ടും നിങ്ങളെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സണാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളൊരു കോൺഫിഡൻറ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കാണുന്നു. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ കാണുന്നുണ്ട്, അഡ്മിറേഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് പെട്ടെന്ന് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഹാപ്പിനെസ് അതുപോലെ തന്നെ ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സ്, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മനസ്സിൽ നിങ്ങളൊരു റാൻഡം പേഴ്സൺ അല്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് തന്നെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കണക്ഷനായിട്ടല്ല അവരതിനെ കാണുന്നത്. ഒരു ലോങ് ടേം പൊട്ടൻഷ്യലുള്ള ഒരു കണക്ഷനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി വേണമെന്നും ഫ്യൂച്ചർ കമ്മിറ്റ്മെൻറ്റും വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് ഉണ്ടാവണം, ജീവിതത്തിൽ എന്നും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന പല ചിന്തകളും മനസ്സിലൂടെ പലപ്പോഴായിട്ടും കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ഒരു വ്യക്തി ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് നിങ്ങൾ, മറുവശത്ത് അയാളുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ്, പ്രാക്ടിക്കൽ മാറ്റേഴ്സ്, ഇതൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ആളുള്ളത്. പക്ഷേ ആൾ അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ചില ഡിഫിക്കൽട്ടീസ്, ചില വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ, ഇതെല്ലാം തന്നെ ഈ ഒരു വ്യക്തി പലപ്പോഴായിട്ടും ഓർക്കുന്നുണ്ട്. ഇങ്ങനെയല്ലായിരുന്നു പോവേണ്ടിയിരുന്നത്, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ വ്യക്തി മെൻ്റലി വളരെയധികം ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മെൻ്റലി കാമാവാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം തേടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും. അതായത് ഡ്രാമ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾ ആഗ്രഹിക്കുന്നത്. ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുമായിട്ട് വിളിച്ചാൽ ചിലപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും സംസാരിച്ച് വീണ്ടും പ്രശ്നങ്ങൾ വഷളാവും എന്നുള്ള ഒരു ഭയം ഈ വ്യക്തിക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഹോട്ട് ആൻഡ് കോൾഡ് എനർജി പോലെ. അതായത് ചില സമയങ്ങളിൽ വളരെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യും, പിന്നെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റൻസും എടുക്കുന്നത് കാണാം. ഇങ്ങനെ നിങ്ങളുടെ വ്യക്തി പെരുമാറുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ജെന്യുവിനായിട്ടല്ലേ നിൽക്കുന്നത് എന്ന്. ഈ ആൾക്ക് ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, ബട്ട് ഈ ആളുടെ കൺഫ്യൂഷൻ കാരണം അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് എനർജി വരുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ബോട്ടം ഡെക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് വേണം, സംഭാഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി താൽക്കാലികമായിട്ടും ഡിസ്റ്റൻസ് എടുത്താലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നൊരു എനർജി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള കറൻറ്റ് തോട്ട്സ്. അപ്പോൾ ഇനി കുറച്ച് ജനറൽ ക്ലൂസ് നോക്കാം. ലെറ്റേഴ്സ് ASRMJKN. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ പേരിൻ്റെ ലെറ്റേഴ്സ് ആണെങ്കിൽ എനർജി ക്ലെയിം ചെയ്യുക. അതുപോലെ ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം, ഏജ് ആൻഡ് ഡേറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യണം കേട്ടോ. 20, 22, 33, 27, 40, 41, 43, 44, 45. ഓക്കെ, 2, 7, 11, 14, 16,
19, 21, 25, 28. അതുപോലെ മന്ത് വരുന്നത് മാർച്ച്, ജൂലൈ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.